അസറസ്കാരം കഴിഞ്ഞിട്ട് നിബിദിനം കാണാൻ പോകട്ടെ. ആദ്യം അസറസ്കരിക്കാൻ പോട്ടെ, എന്നിട്ടൊക്കെ എല്ലാം വിട്ടുതരാം. അപ്പോൾ അസറസ്കാരം കഴിഞ്ഞിട്ട് ഈ നബിദിനം കാണാൻ പോകണ ആദ്യം ഈ മധുരം പങ്കുവെക്കട്ടെ. നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ്. അടിപൊളി. ബോംബെയിലെ നബിദിനട്ടാ. ആ കുട്ടീനെ എടുത്തേക്കണ നമ്മളെ പള്ളിക്കലെ ഖത്തീബാണ്. എൻ്റെ ഇവിടുത്തെ പള്ളിക്കലെ ഖത്തീബാണ്. ഇന്ന് 8/8/2025 ബോംബെയിലെ നബിദിനാണ്. ഇനിയാണ് ഇവിടുന്ന് വലിയ പരിപാടി ഉണ്ട്. അങ്ങനെ പോയിട്ട് ലോഹർ നിസ്കരിക്കട്ടെ. ഇനി അസറിൻ്റെ ശേഷം ഞാൻ ഡോങ്കരിയ വൈക്ക് മുഹമ്മദ് അലി റോഡിൻ്റെ അവിടെയൊക്കെ പോയിട്ടേ ഇന്നത്തെ നബിദിനത്തിൻ്റെ പരിപാടിയൊക്കെ ഞാൻ വിട്ടുതരാം. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇത് നമ്മളെ ഈ പള്ളിക്കലെ ഖത്തീബ് ഉസ്താദാണ്. ആ കുട്ടീൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ, ഈ പള്ളിക്കലെ ഖത്തീബ് ഉസ്താദാണ്. ഉസ്താദ് എല്ലാവരോടും ഞാൻ നിസ്കരിക്കട്ടെ പോയിട്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ടാ മുഹമ്മദ് അലി റോഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാണ്. ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ എടുത്ത് വിടുകയാണ്. ഇത് എത്ര മിനിറ്റ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇഷ്ടമല്ല. ലോറിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ലത്തീഫ് ഉസ്താദ് ഉണ്ട്. പള്ളിക്കലെ ഖത്തീബ് ഉസ്താദ് ഉണ്ട്. ഞാൻ ഉറങ്ങി നീച്ചിട്ട് ഇങ്ങനെ നടന്നു വരിക നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പള്ളിക്കലെ ഖത്തീബ് ഉസ്താദ് സ്റ്റേജിലല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ ലത്തീഫ് ഉസ്താദ് കണ്ടിട്ടുണ്ടായില്ല. ഞാൻ കുറച്ച് ദൂരം നിന്നിട്ട് ഉസ്താദിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യം അതാണ് തുടക്കം. നമുക്ക് ഇതിനെ കൂടെ എഡിറ്റിങ് ചെയ്യണ്ടേ. ഇപ്പോൾ മുഹമ്മദ് അലി റോഡ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇടങ്ങറായിട്ട് എൻ്റെ കച്ചവടത്തിൻ്റെ അവിടെ നിന്ന് പോയി നിൽക്കുകയാണ്. ഇന്ന് ഡേറ്റ് 8/9/2025. 5-ാം തീയതി നബിദിനം കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ ബോംബെയിൽ നബിദിനം കഴിക്കാൻ പറ്റിയില്ല. അപ്പം അത് കാരണം ഇപ്പോൾ ഒന്ന് 8-ാം തീയതിക്ക് ആക്കിക്ക തിങ്കളാഴ്ച. ഇന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ.
ഇതാണ് ബോംബെത്തെ പരിപാടി. ഇവിടെ കുറേ ആണ്ട് പോവാണ്ട്. എന്താപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് അതിനും വലിയ ആഘോഷം. രാത്രി മഹരിസ്കാരം കഴിഞ്ഞാൽ കാണാം. നബിദിനം 8/9/2025. ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയേക്കാം. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ അളിറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാഹ്. എന്നോട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാനട്ടാ. ബോംബെയിൽ എന്തൊരു പരിപാടി ഉണ്ടല്ലോ, അത് എന്തൊരു പരിപാടി ഇവിടെ തുടങ്ങുമ്പോൾ നല്ല വെമ്പിച്ചിട്ടുള്ള പരിപാടിയാണ് ഉണ്ടാവുക. ഗണപതി, ഹോളി, ദീപാവലി, അങ്ങനെ പലതും. ഞാനിപ്പോൾ ഏതായാലും 2000 നാട്ടിൽ പോവുകയാണ്. 18-ാം തീയതി പോകാനുള്ള പരിപാടിയാണ്. 20-ാം തീയതി പെങ്ങളെ കുട്ടിയുടെ കല്യാണം. പെങ്ങളും കുട്ടിയും കൂടി വിളിച്ചിട്ട് മാമ വായോ മാമ ഉണ്ടെങ്കിൽ ഒരു രസമാണെന്ന് പറഞ്ഞിട്ടിപ്പാ അവസാനം ഞാൻ ഈ 18-ാം തീയതി പോവുകയാണ്. ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്തോളി. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി പല പരിപാടി ഉണ്ടാവും. പലതും ഉണ്ട് കേട്ടോ ബോംബെയിൽ. ये बॉम्बे का नबी दिनम है, नबी जन्मदिन है मुंबई का। 8/9/2025 का नबी का जन्मदिन है आज. इसके लिए इतना बड़ा त्यौहार आ रहा है. എന്നെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണണ്ട. ഞങ്ങൾക്ക് ഇത്രയും പ്രയാസപ്പെട്ടിട്ട് ഇത്രയും അവിടുന്ന് വന്നതാണ്. കാരണം എല്ലാവരും വിചാരിക്കണേ നമ്മുടെ മാന് ബോംബെയിലുണ്ടെങ്കിൽ ഓനെ എല്ലാം എടുത്ത് വിടും, ബാക്കിയുള്ളവർ ആരും അങ്ങനെ എടുത്ത് വിടൂല. കാരണം എന്താ അറിയോ, എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ എല്ലാവരും പറിച്ചു തുടങ്ങിക്കണേ ആ പാനിക്ക് ഭ്രാന്താണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വിടുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയാം. കാരണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്ത് വിടുക. അതിനിപ്പോൾ ഭ്രാന്താണ് മറ്റേതാണെന്നും പറഞ്ഞു നടക്കരുത്. അതൊക്കെ മോശമാണ്. കാരണം ആരും ചെയ്യൂല, ഇങ്ങനെയുള്ള വീഡിയോസുകളൊന്നും എടുത്ത് വിടില്ല. എന്താ അറിയോ, അത് എടുത്ത് വിട്ട ആരെങ്കിലും വിട്ട ആൾക്കാർ പറയും ആ വിടുന്നവർക്ക് ഭ്രാന്താണ്. പിന്നെ എന്താ അതിനൊക്കെ പറയാം. ഈ മനുഷ്യന്മാർ നമ്മളെ മലയാളികൾക്ക് മാത്രമുള്ള ഇങ്ങനെയുള്ള ഒരു കറിയും പാകയും. നേരെ മറ്റേ അന്യ രാജ്യത്തുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ചിന്തിക്കലില്ല. നമ്മളെ ആൾക്കാർക്ക് ഒരാൾ നേരാവണമെന്ന് കണ്ടുകൂടാ,
ഒരാൾ എന്താ നിങ്ങളോടൊക്കെ പറയാം, അങ്ങനൊന്നും ചിന്തിക്കരുത്. എല്ലാവരും നേരായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. എല്ലാവരും നേരായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ പടച്ചോനെ നമ്മളെ തന്നെ അങ്ങോട്ട് ഉയർത്തും. ഇപ്പുറത്തേക്ക് കിടക്കണം, അവിടുത്തെ അടുത്തേക്ക് കേട്ടാ. ഇനി ഇപ്പുറത്തുള്ളത് കാണിച്ചു തരാം. സബ്സ്ക്രൈബ്, ലൈക്ക്, ബെൽ ബട്ടൺ. അയാൾ നോക്കണക്കാണ് സബ്സ്ക്രൈബ് കൊള്ളർ കണ്ടിട്ടേ. ഒന്ന് 5 ആൾക്കാർ നോക്കുക ഈ പയർക്ക് എന്തിൻ്റെ ഭ്രാന്താച്ചിട്ട്. ഞാൻ ലത്തീഫ് ഉസ്താദ് വോയിസ് കിട്ടുകണട്ടാ സംസുക്കാക്ക്. പള്ളിക്കല കത്തീബ് മാനിനോടും സംസുക്കാരോടും വരാൻ പറഞ്ഞു. സംസുക്ക കിടന്നു ഉറങ്ങി, ഞാനും കിടന്നു ഉറങ്ങി. അപ്പോൾ സംസുക്ക ഉറക്കത്തിൽ നീച്ചപ്പോഴാണ് ലത്തീഫ് ഉസ്താദിൻ്റെ വോയിസ് കേൾക്കണത്, പാവം. അപ്പോൾ അവിടുന്ന് ഉസ്താദിൻ്റെ പള്ളിക്കൻ്റെ അവിടുന്ന് തന്നെ അവിടുന്ന് പരിപാടി പുറപ്പെട്ടിക്കണേ. അപ്പോൾ മാനിനോട് വരാൻ പറഞ്ഞിട്ടാന്ന് കണ്ട് സംസുക്കാരോടും വരാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി വെച്ചപ്പോൾ സംസുക്ക പള്ളിക്കല ലത്തീഫ് ഉസ്താദിൻ്റെ വോയിസ് എനിക്ക് വിട്ടുന്നത്. പിന്നെ പക്ഷെ ഞാൻ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലത്തീഫ് ഉസ്താദിൻ്റെ പള്ളിക്കലേക്ക് കിടക്കുമ്പോൾ ലത്തീഫ് ഉസ്താദ് സ്റ്റേജിൽ നിൽക്കണത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്ത്, ഉസ്താദ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നതാണ് നമ്മളെ പള്ളിക്കലെ മലയാളി ലത്തീഫ് ഉസ്താദ്. ഇൻഷാ അല്ലാഹ്. ഇവിടേക്കാണ് എൻ്റെ ഇളന്നിന് തേങ്ങയുടെ ഓർഡർ ഉള്ളപ്പോൾ ഇവിടേക്കാണ് 52 റുപ്യ വിലക്കാണ് ഈ കടയിലേക്കാണ് തേങ്ങ കൊണ്ട് കൊടുക്കൽ. ജ്യൂസിൻ്റെ തേങ്ങ. പക്ഷെ നല്ല കച്ചവടം നടക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ അപ്പുറത്തൊരു കട ഉണ്ട്. ഇത് ബോരി മുസ്ലിങ്ങളെ പള്ളിയാണ്, ഇവിടെ പള്ളിയാണ് അവിടെ ആ കാണുന്നത്. ഇത് ബോരികളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ കെട്ടിടങ്ങളതൊക്കെ. അല്ല, ഇത് പുതിയതായിട്ട് വന്ന പള്ളിയാണ് ബോരിയോളെ. ഇവിടെ ഒരുപാട് ഇളനീ കച്ചവടക്കാരുണ്ടായിരുന്നു. ഇതാ തേങ്ങ കണ്ടില്ലേ. इमरान भाई अस्सलाम वालेकुम, कैसा है? हाँ आपका वीडियो अच्छा है. नहीं कुछ नहीं. डबला सेट मेरे को कुछ नहीं चाहिए. इनके जूस को कुടിപ്പിക്കണ കാണി. इमरान भाई जूस मत देना, मैं जा रहा अभी. नहीं कुछ नहीं. अल्लाह बटा കാണി. മാഷാ അല്ലാഹ്. എന്തായാലും സാറല്ല ഞാൻ ഇവിടെ വെക്കട്ടെ. ഞാൻ അതിൻ്റെ പരിപാടിയൊക്കെ എടുക്കാം. നമ്മളെ സ്നേഹിക്കാൻ പലവരുണ്ട് ഇവിടെ. മറ്റത് മുതലാളി, ഇത് മാനേജറാ. അപ്പോൾ നബിദിന ഇനിയും കുറേ എടുക്കാണ്ട്, പലയിടത്തും പോകാണ്ട്. ഇപ്പോഴത്തെ കുറേ ലോങ് നടക്കാണ്ട്. അത് നടക്കാനുള്ള നേരം എനിക്കില്ല. ഇപ്പോൾ ഏതായാലും മഗ്‌രിബ് വാങ്ങി കൊടുക്കാറായി. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇത് ഇവിടേക്ക് ഞാൻ തേങ്ങ കൊണ്ട് കൊടുക്കല്. 52 റുപ്യ വില കിട്ടും. പിന്നെ ഇളനീൻ്റെ ജ്യൂസ് ഇവിടെ 130-150 റുപ്യാണ് ഒരു ഗ്ലാസ്സിന്. ഞാൻ ഇപ്പോൾ വില കൂട്ടിയാട്ടാ. തീരെ ആർക്കും തേങ്ങ കിട്ടാതാകുമ്പോൾ ഞാൻ വില കൂട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 40-42 റുപ്യ, 44 റുപ്യ
അങ്ങനെ പരിപാടി. അപ്പോൾ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ. 8/9/2020 വിടാതെ ഡേറ്റ് പറയണം. മറ്റേത് എന്നത്തെ വീഡിയോ എന്നത്തെ ഒന്നും കൂടി അറിയണ്ടേ. അപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് വെക്കുകയാണ്, ഇവിടം കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഇത് എടുക്കാൻ നിന്നാൽ ഒരുപാടുണ്ടാവും. ഇതിലൊരു എടുക്കാൻ ഇനിയിപ്പോൾ രാത്രി ഇനിയും വലിയ പരിപാടിയാണ്. ഇതൊന്നുമല്ല, ഇനിയിപ്പോൾ ഇവിടെ ജനങ്ങൾ ഇതുവരെ നടക്കാൻ പറ്റില്ല. പൊന്നാർ ഹബീബ എല്ലാവരോടും പറയണേ, ഈ റോഡ് കൂടെ നടക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ഇവിടുത്തെ തിരക്കെന്ന് അറിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തിനായി പറയും, ചില ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ വീഡിയോസ് ഇടും. അത് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. അത് ചില സമയത്ത് ഭ്രാന്ത് തലമ കയറുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടനാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല പരിപാടിയുണ്ടെങ്കിൽ ഞാൻ നബിദിനം ഓരോന്നിനും ഓരോ പേര് ചെയ്തു. നബിദിനം, ഗോവിന്ദ, ദീപാവലി. ഇനിയിപ്പോൾ ദീപാവലി വരുന്നത് കാണണം. ഭയങ്കര മത്സരിച്ചിട്ടുള്ള പരിപാടി. പടക്കം പൊട്ടിക്കണം. അത് നെർമാൻ പോയിൻ്റ് കടൽ തീരത്ത് പോകണം. ലക്ഷം ഓരോ മുതലാളിമാർ ലക്ഷങ്ങളോളം പടക്കം കൊടുത്തിട്ട് മക്കളെ കൂട്ടിയിട്ട് ആ പടക്കം പൊട്ടിക്കണമെന്ന് നിങ്ങൾക്കൊന്ന് കാണും. മത്സരിച്ച് പൊട്ടിക്കണം. എന്ത് രസം എന്നറിയോ. അത് കടൽ തീരത്ത് പോകണം. അപ്പോൾ അതിനാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തോളി എന്നുള്ളത്. അത് ചെയ്താൽ ഞാൻ ഓരോന്നിനും ഓരോ പേരിടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. വാക്കുകൾ നിങ്ങൾ കാണാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇനി ഇത് എടുക്കാൻ നിന്നാൽ ഞാൻ അവിടേക്ക് ഒക്കെയും പോകണം, അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ പോകണം. അവിടെയൊക്കെ നല്ല രസമാണ്. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട് എറിച്ചിൽ തുടങ്ങും. പൈസയൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എറിയുന്ന കാണാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരോടും നമസ്കാരം, നന്ദി. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 8500 8600 ആയി. എന്തായാലും നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നല്ലോ. മാഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ അല്ലാഹു ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുപാട് കാലം ദീർഘായുസ് നൽകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പല തെറ്റുകളുണ്ടെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. തെറ്റ് ചെയ്യാത്തവർ പാരമുള്ളത്, മനുഷ്യന്മാരായാലും ചെറുതും വലുതായിട്ട് ചെയ്യും. പക്ഷെ അതൊന്നും അവിടെ നിന്നൊക്കെ പടച്ചോ പൊരുത്തപ്പെട്ട് തരട്ടെ. ഓക്കെ. നിങ്ങളൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ ഇനി കൂടുതൽ നീട്ടി പോകണില്ല. ഇപ്പോൾ മരിവ് വാങ്ങിക്കൊടുക്കാറായി. ഞാൻ വേഗം പോട്ടെഞ്ഞ്. അല്ലേ, നല്ല രസമുള്ള കര. അപ്പോൾ എന്തായാലും വെക്കുക. ഓക്കെ, ബൈ എല്ലാവരോടും. മഗ്‌രിബ് വാങ്ങിക്കൊടുക്കേണ്ട സമയമായി. അതാണിപ്പോൾ ശബ്ദങ്ങളൊക്കെ പറ്റുന്ന ബോക്സൊക്കെ കംപ്ലീറ്റ് ശബ്ദങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇത് ഷിയാക്കളെ പള്ളിയാട്ടാ.
അവിടെ ആ തെങ്ങ് നിൽക്കുന്ന ഖബർസ്ഥാനാണ്. ഇത് ഷിയാക്കളെ പള്ളിയാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ പിരിഞ്ഞ് ഇനി എല്ലാവരോടും പറയാണ്, ഇനി അടുത്ത കൊല്ലം നബിദിനം ഇതേമാതിരി എല്ലാവർക്കും കാണാനും കുറച്ചും തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടെ കൊണ്ട് ഇനി അവിടെ പോകണില്ല കേട്ടോ. ഇനി നബിദിനം കാണാൻ ഇനി അവിടെ പോകാൻ നേരമില്ല. ഇനി ഒരു വണ്ടി കാലിയാക്കാണ്ട് കച്ചറ കൊണ്ടുവരാണ്ട് അങ്ങനെ ഒരുപാട് തിരക്കുണ്ട്. വെച്ചുണ്ടാക്കാണ്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കാണാൻ പോയാലേ അതാണ്ട് കഴിയും. പക്ഷേ ബാക്കിയുള്ള ഞാൻ തന്നെ വന്നിട്ടുണ്ട് ചെയ്യണം. അപ്പോൾ എന്തിനാണ് കുറച്ച് നേരം കാണുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വീഡിയോ പോയി എടുത്തതല്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ പിന്നെ നടക്കണം നേരമില്ല. കാരണം നമുക്ക് മുറ്റ മൂത്രത്തിന് ഒഴിവില്ലാത്ത സമയങ്ങളാണ്. ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിലപിടിപ്പുള്ള സമയങ്ങളാണ്. അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ട് ഫ്രീ ആയിരിക്കുന്നവർക്കൊക്കെ പറ്റും. സംസുകാർക്ക് പറ്റും. സംസുക രാത്രി ഇളനീ വണ്ടി എണ്ണുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ സംസുകാർക്ക് ഒരു പണിയുമില്ല. ബാക്കിയുള്ള ഇളനീൻ്റെ പൈസ ഒക്കെ ഗൂഗിൾ പേ വഴി സംസുകാർക്ക് ഇട്ട് കൊടുക്കണം. അത് കാരണം സംസുക എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അതിന് പങ്കെടുക്കാൻ പോകും. എന്നെ വിളിക്കും. അതിന് മൂപ്പരമാതിരി ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള നേരം എനിക്ക് വേണ്ടേ. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പണി തന്നെയല്ലേ. തെങ്ങുമ്പോൾ കയറലും അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് കടയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ചെക്കനൊന്ന് ഉറങ്ങാൻ വിടും. അങ്ങനെ ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ആൾക്കാർ കുറേ കോൾ ചെയ്യാം, വാട്സാപ്പിൽ കോൾ ചെയ്യുമ്പോൾ എടുക്കാനും കൂടി നേരമില്ല. അപ്പോൾ എല്ലാവരോടും ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ആണ് 8/9/2025. എന്നെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റൊക്കെ എഴുതുക. എന്നാൽ നമ്മളിവിടെ വെക്കട്ടെ. നിങ്ങളെ കമൻറ്റ് വായിക്കാൻ നല്ല രസമാണ്. ജനങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലോ. ഞാൻ ആ ഒരു വീഡിയോ എടുത്തില്ലേ, അവിടത്തൊക്കെ ഈ കണ്ട ജനങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്. പിന്നെ ഒരിക്കലും നമ്മളെ ലത്തീഫ് പള്ളികളെ ലത്തീഫ് ഉസ്താദ് ലത്തീഫ് ഉസ്താദ് ഒരിക്കലും ഇന്നെ അങ്ങനെ ക്ഷണിക്കലില്ല. പക്ഷേ ഈ നബിദിനത്തിന് അന്ന് മൂപ്പരുടെ മനസ്സിൽ തോന്നി സംസുക്കാൻ ഇന്നൊന്ന് മൂപ്പര് ഒന്ന് ഓർത്ത്. അല്ലെങ്കിൽ പള്ളിക്കലെ ലത്തീഫ് ഉസ്താദ് ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ വിളിക്കാത്ത ഉസ്താദാണ്. ആ ഉസ്താദ് പറഞ്ഞ് മാനുവിനോടും സംസുക്കാൻ മാനുവിനും കൂട്ടി വരണട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആത്മാവ് ഉസ്താദിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ഉസ്താദ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഉസ്താദിൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള സംഭവമാണ്. പിന്നെയാണ് ഞാൻ കടയിൽ ഇരിക്കുമ്പോഴാണ് സംസുകയുടെ വോയിസ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, മാനുവോ ലത്തീഫ് ഉസ്താദ് തന്നെ ഇന്നോടും വരാൻ വേണ്ടിയിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ. അപ്പം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ സംഭവം ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ റബ്ബാണ് സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ട് ചേട്ടാ. സംസുക വോയിസ് വിട്ടിക്കണേ 4 മണി കഴിഞ്ഞു. സംസുക എപ്പോഴും വോയിസ് വിട്ടെന്ന് അറിയില്ല. ഞാൻ വോയിസ് എടുത്ത് നോക്കണത് 4:30 മണിക്കാണ്. 4:30-5 മണിൻ്റെ ഉള്ളിലാണ് ഞാൻ ആ വോയിസ് എടുത്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് നിന്നിട്ട് ഉസ്താദിനെ കണ്ടിട്ടും കൂടി ഇല്ല. ഇതൊക്കെ യഥാർത്ഥ ജീവിതം. ഇപ്പോൾ വന്ന് കടറ അവിടേക്ക് എത്തി. എൻ്റെ പണിക്കാരൻ ചെക്കൂട്ടിക്ക് ഒരു ആംപ്ലേറ്റും പൊറോട്ടയും വാങ്ങിക്കുക. എന്തായാലും അല്ല. അപ്പോൾ ഇനി ഇവിടം കൊണ്ട് നിർത്തി എൻ്റെ കടയ്ക്ക് വന്ന് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം പോയിട്ട്. ഓക്കെ രാജു ഭായ് പൈസ കൂട്ടി ഗിരാ. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി. ഇനി വണ്ടി കാലിയാക്കട്ടെ, ചോറ് വെക്കട്ടെ, കറി വെക്കട്ടെ. ഇനിയുള്ള മാറ പൊറോട്ട. അപ്പോൾ ഇന്നത്തെ നബിദിനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം. കുറച്ച് കമൻറ്റുകളൊക്കെ എഴുതി. വേണ്ടാത്ത കമൻറ്റൊന്നും എഴുതണം. എന്തിനാണ് ഈ പാവത്തിനെ മനസ്സ് വേദനിപ്പിക്കുന്നത്? ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം ഇത്രയും ദൂരം പോയിട്ട് നിങ്ങൾക്ക് എടുത്തു തന്ന വീഡിയോ അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ട് വെക്കട്ടെ കേട്ടോ. അല്ലാഹ് എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. നബിദിനായിട്ട് കാക്കക്ക് വെള്ളം കൊടുക്കുന്ന കണ്ടോളിട്ടാ. ഇതൊക്കെയാണെങ്കിൽ ഞാൻ എന്ത് കൊടുത്താലും ഏത് മിണ്ടപ്രാണികളും അത് വാങ്ങിക്കുടിക്കും. നിങ്ങളെ അണ്ണാരിൻ്റെ ഞാൻ തെങ്ങുംതോട്ടത്തിൽ അണ്ണാരിക്ക് ഇന്ന കണ്ടപാട് അണ്ണാരികൾ ഇതാ വെള്ളം എന്നാ ഇത് തിരിയടി കാക്ക വെള്ളം കുടിച്ചോ. എന്നാ വെള്ളം എന്നടി കുടിച്ചട്ടാ. എൻ്റെ മാതിരി ഒന്ന് കുടിച്ചവരൊക്കെ പള്ളിക്കാട്ട് അല്ല സ്വർഗത്തിൽ പോയിക്കുക. എന്നാ കുടിച്ചോ. ഇതാണ് മാനുട്ടാ. എന്ത് കൊടുത്താലും നിങ്ങൾ ഇവിടെ കണ്ടില്ലേ,
ഇന്നലെ വേറെ തോട്ടത്തിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അണ്ണാരിയോളം ഇങ്ങനെ വരിയായിട്ട് വന്ന് നിങ്ങൾ കണ്ടില്ലേ? അതാണ് മാൻ എന്ത് കൊടുത്താലും എന്നാ വെള്ളം കുടിച്ചോ, എന്നാ ഇത് കണ്ടോട്ടെ ലൈവായിട്ട് നടി കുടിച്ചടി. ഇത് നബിദിനം കാണാൻ പോവാണ്. അത് ബോഡി മുസ്ലിങ്ങളാട്ടാ. ഇത് വേറെ വർഗ ഇതിൽ പെട്ട ആൾക്കാരാണ്. മറ്റുള്ളവരൊക്കെ ഇവിടെ ഭയങ്കര പരിപാടിയാണ്. സാറല്ല ഞാൻ ചെറുക്കം കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങി നീക്കട്ടെ, എന്നിട്ട് ഞാൻ വിട്ടുതരാം. ഞാൻ മാത്രം ഉറങ്ങിയാൽ പോരാ, ഞാൻ ഉറങ്ങി നീക്കുക, എന്നിട്ട് ഞാൻ അവിടെ ഇവിടെയും ഓരോന്ന് കാണാൻ പോവുക. അത് ശരിയല്ല. അപ്പോൾ ഓൻ ഏതായാലും ഉറങ്ങി നീക്കട്ടെ, എന്നിട്ട് പോവുക. നമുക്ക് വിധിച്ചാച്ച ഭക്ഷണം അവിടെ ഉണ്ടാവുക. ഭക്ഷണം അവിടെ എനിക്ക് കണക്കാക്കിയിട്ടുണ്ടാവും. പോയിട്ട് ഉറങ്ങി നീച്ച് ലോറൻസ്കാരം കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ആ ചെറുക്കനെ ഉറങ്ങാൻ വിട്ട് ഒപ്പം നീച്ചിട്ടുണ്ട്. അസ്ര നിസ്കരിക്കും. എന്നിട്ട് നബിദിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ. അല്ലാതെ ഓരോന്ന് അവനവൻ്റെ പണി എടുത്തിട്ട് ഇറങ്ങിയിട്ടൊന്നും ഞാൻ പോക്കില്ല. അതിനൊന്നും പിന്നെ കിട്ടൂല. 1 മണിക്കൂറും 10 മിനിറ്റും അല്ലേ സംസുക? 1 മണിക്കൂറും 10 മിനിറ്റ് പിടിച്ചില്ലേ? 1 മണിക്കൂർ 5 മിനിറ്റും. കുറച്ചോനെ എന്തെങ്കിലും പറയാം. ആ തെങ്ങിൻ്റെ മുകളിൽ കാറെടുത്ത് മാറ്റി തന്നെ, പക്ഷേ കൊല്ലം കിടക്കണ ഇടുങ്ങി നിൽക്കുക. ഇത് കംപ്ലീറ്റ് ലൂസാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ഇട്ടതാ. നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആ തെങ്ങുമ്പത്തെ ഇളന്നീനാ. ഇത്തിരി ലൂസാക്കി കാരണം ഇതിമ്മ നിറഞ്ഞ് ഇങ്ങനെ ഇടുങ്ങി നിൽക്കുമ്പോൾ പട്ടൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുടുങ്ങി നിൽക്കുക. അപ്പോൾ എല്ലാ കൊലയും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക. ഇതൊക്കെ ഞാൻ പൊട്ടിച്ചതാ. ഇവിടെ കാണി, ഇതൊക്കെ പൊട്ടിച്ചിട്ട് ചാക്കിലേക്ക് ആക്കിയിട്ട് ചാക്ക പൊളിഞ്ഞേക്കണേ ലോഡ് കൂടിയിട്ടേ. അല്ലാ, 1 घंटा 10 मिनट हुआ, 5 मिनट. 1 മണിക്കൂർ 5 മിനിറ്റ് ആ തെങ്ങിൻ്റെ മുകളിൽ പണിയെടുത്ത്. പക്ഷേ എന്തെങ്കിലും പറയാം, ഉറുമ്പുണ്ടായില്ല. മുങ്കി നെയ്ത്താ ജോ മുങ്കി താനാ മുങ്കി നെയ് നിക്കള മറി 1 घंटा. ഇയാൾ എന്താണ് നിങ്ങൾ ഈ പൊട്ടമായി ഇതിൻ്റെ ഈ നിങ്ങൾ ചിരിക്കരുത്തിട്ട് പഠിച്ചു കാര്യം പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ചിരിക്കണത്? മലയാളികൾക്ക് ചിലപ്പോൾ മനസ്സിലാകണ്ടേ, അതുകൊണ്ട് ഞാൻ ചിരിച്ചാണ്. ഉറുമ്പെന്ന് പറയാം. ഇയാളെ മറ്റുള്ള ചിരി കാണുമ്പോൾ മറ്റുള്ളവർ ചേർക്കേണ്ട കാര്യമോ? ഇപ്പം ഇല്ലാത്തത് പറഞ്ഞത് പിന്നെയും ചിരിക്കും ഇയാള്. അസ്ഥ കാര്യം പറയുമ്പോൾ जो सही बता रहे थे हंसने का क्या सवाल है? 1 घंटे के ऊपर हो गया. 5 मिनट हम करना क्या ना उसको? अरे ऐसा कैसा ഭ്രാന്തി. അതിന്റെ മുകളിൽ കയറുന്നവനക്ക് അതിന്റെ വേദന അറിയുള്ളൂ. ചന്തി കൂടെ എത്ര വഴി പോയി കിടന്ന അറിയോ? ഒരാളോട് പറഞ്ഞാൽ വിശ്വസിക്കോ? അത് അവിടെ കൂട്ടിക്കളെ. മേഡം 200 രൂപ തന്നിട്ടാ. ഇല്ല മേഡം പൈസ തന്നില്ലേ? 200 രൂപ തന്ന്. 500 രൂപ തരവില്ല. ഇന്ന് 200 രൂപ തന്നത്. മാഷാ അല്ലാഹ്. എൻ്റെ കൂടെ കയറ് പിടിക്കാൻ വരുന്ന പാവാണ്. ചായ പോലെ ആദ്യം ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് വേഗം പോയിട്ട് ചെറുക്കനൊന്ന് 2 മണിക്കൂർ ഉറങ്ങാൻ വിടട്ടെ. എന്നിട്ട് നബീദിൻ്റെ പരിപാടിക്ക് വിടാനുള്ള പരിപാടിയാണ്. സല്ലാ നമ്മളെ ഹോട്ടലിലെ മുതലാളിയാണ്. നമ്മളെ മുഹമ്മദിൻ്റെ ഹോട്ടലത് പണ്ട് മുഹമ്മദ് കൊണ്ടടഞ്ഞിനായിരുന്നു. അപ്പം ഇനി പോയിട്ട് വേഗം ഒന്ന് ചെറുക്കണം തന്നെ ഉറങ്ങാൻ വിടട്ടെ. ഓക്കെ. എന്നിട്ട് ഇപ്പോൾ ലോറൻസ്കാരൊക്കെ കഴിഞ്ഞ് ഈ ചായ ഒന്ന് കുടിക്കാനുള്ള പരിപാടിയാണ്. ഇൻഷാല്ലാ പരിപാടിക്ക് വേഗം കാണട്ടാ. മൊത്തം കാണണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. ബോംബെയിൽ നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ. നബിദിനാണ് ഇന്ന് രാത്രി ബോംബെയിൽ. കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോളി. നിങ്ങൾക്ക് കാണാം. നല്ല രസമുള്ള ഇപ്പം തന്നെ ഉച്ചയ്ക്ക് തുടങ്ങിയിരിക്കണേ. ഞാൻ ഉറങ്ങി നീച്ചിട്ട് ഞാനിപ്പോൾ മറ്റു ചെറുക്കാൻ കിടന്ന് ഉറങ്ങുകയാണ്. ഓൻ ഉറങ്ങിയിൽ ഓൻ്റെ ഉറക്കം കഴിഞ്ഞാൽ ഞാൻ അസംസ്കാരം കഴിഞ്ഞിട്ട് വേഗം പോകും. ഭയങ്കര പരിപാടിയാണ് ബോംബെ. അതോ ആൾക്കാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബിദിനായിട്ടാണ് ഞാൻ ഫോണൊക്കെയാണ്. അപ്പോൾ എല്ലാവരോടും പറയണേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിലാരോ നിങ്ങൾക്ക് ഇന്നത്തെ ബോംബെത്തെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളത്. ഇൻഷാല്ലാ മറക്കരുതിട്ടാ. എല്ലാവരോടും പറയണേ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിഞ്ഞ മുഹറത്തിന് ഒരുപാട് ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് പലതും കണ്ട് അതിൽ വളരെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഇതേമാതിരി ബോംബെത്തെ നബിദിനം കൂടി കാണാൻ മറക്കല്ലോ. ഓക്കെ. ഇന്ന് 8-9-2025